ഫോഗിംഗ് യന്ത്രം ഘടിപ്പിച്ച മുച്ചക്ര വാഹനങ്ങൾ ലഭിച്ചിട്ടും ഒരു മാസമായി പ്രവർത്തിപ്പിക്കാതെ കൊച്ചി കോർപ്പറേഷൻ. നഗരത്തിൽ കൊതുക് ശല്യം രൂക്ഷമായിരിക്കുകയാണ് കോർപ്പറേഷന്റെ അലംഭാവം എന്നാണ് ആക്ഷേപം. എന്നാൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സമാണ് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് വൈകാൻ കാരണമെന്നാണ് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിയിൽ നിന്നാണ് CSR പദ്ധതിയിൽ സൗജന്യമായി 10 മുച്ചക്ര വാഹനങ്ങൾ എത്തിച്ചത്. ഓരോന്നിലും ഫോഗിംഗ് യന്ത്രങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൊച്ചിയിലെത്തിയത് മുതൽ കോർപ്പറേഷൻ യാർഡിൽ കിടന്ന കൊതുക് കടി കൊള്ളാനാണ് യന്ത്രങ്ങളുടെ യോഗം. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് കൊതുക് നശീകരണത്തിന് ഇത്തരം ഫോഗിംഗ് മെഷീനുകൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ നഗരത്തിലാകെ കൊതുക് ശല്യം രൂക്ഷമായിട്ടും ഫോഗിംഗ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാത്തതിൽ കോർപ്പറേഷനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നവർ ഈ കൊതുകടി കൊണ്ടുപോകണം. നമുക്ക് റോട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നിന്ന് കഴിഞ്ഞാൽ കാല് മുഴുവൻ കൊതുക് കടിക്കുന്ന അവസ്ഥ, മേത്ത് കടിക്കുന്ന അവസ്ഥ, വായയിൽ കയറുന്ന അവസ്ഥ, അങ്ങനെ ഒരു രൂക്ഷമായിട്ടൊരു അവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ കോർപ്പറേഷൻ അധികാരികൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് UDF മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റന്നാൾ ഒരു കൗൺസിൽ വിളിച്ചിട്ടുണ്ട് ജനകീയാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫോഗിങ് ചെയ്യേണ്ടതും മരുന്ന് കൊതുകിനെ പിടിക്കേണ്ടതും നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണ്ടെന്ന് കരുതിയിരിക്കവെയാണ് നിയമത്തിൽ മാറ്റം വരുന്നത്. ബംഗളൂരുവിൽ താൽക്കാലിക രജിസ്ട്രേഷൻ എടുത്ത ശേഷം ഇവിടെ സ്ഥിരം രജിസ്ട്രേഷൻ നടത്താനുള്ള കാലതാമസം കൂടിയുണ്ടെന്നാണ് കോർപ്പറേഷൻ വിശദീകരണം. ഇത് പൂർത്തിയാകുന്നതോടെ അടുത്ത മാസം മുതൽ മെഷീനുകൾ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.